സംശയിക്കാനൊന്നുമില്ല. ഇത് ഉപാദാനം രണ്ടാമത്തേത്. അപ്പൊ രണ്ടാമത്തേത് കുറച്ചും കൂടി സൂക്ഷ്മവുമാണ്, കുറച്ചും കൂടി ഉയർന്ന തലവുമാണ്. മൂന്നാമത്തേത് ഇജ്യ. ഇജ്യ എന്ന് പറഞ്ഞാൽ പൂജ എന്നാണ് അർത്ഥം. അതാണ് ശ്രീകോവിലിനകത്ത് ശാന്തിക്കാരൻ കയറി ഇറങ്ങി ചെയ്യുന്നത്. ശാന്തിക്കാരൻ, അമ്പലത്തിനകത്ത് കയറി ഇറങ്ങുന്ന ആളെ വിളിക്കുന്ന പേര് ശാന്തിക്കാരൻ. സമാധാനം കാക്ഷിച്ചുകൊണ്ട് മനുഷ്യര് പോകുന്ന സങ്കേതമാണ് ക്ഷേത്രം എന്നുള്ളത് കൊണ്ട് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ കയറി ഇറങ്ങുന്നയാളെ ശാന്തിക്കാരൻ, ശാന്തിയും സമാധാനവും തരാൻ നിയുക്തനായവൻ. എത്ര മനോഹരമായ പദമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇജ്യ ക്ഷേത്രത്തിനകത്ത് ചെയ്യുന്നതാ. യജ് എന്നുള്ള ധാതുവിൽ നിന്നാണ് ഇജ്യ എന്നുള്ള വാക്കുണ്ടാകുന്നത്. യജ് എന്നുള്ള ധാതുവിന് ത്യാഗം എന്നർത്ഥം. അപ്പോൾ ത്യാഗൗ ആണ് യജ്, ത്യാഗൗ. ഇജ്യ എന്ന് പറഞ്ഞാൽ ത്യജിക്കുക. അപ്പൊ ത്യജിക്കണമെങ്കിൽ എന്ത് വേണം? ത്യജിക്കണമെങ്കിൽ വല്ലതും ഉണ്ടാവണം. ഒന്നുമില്ലാത്തവന് ത്യജിക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളവരുടെ സംസ്കാരത്തിൽ മാത്രമേ ത്യാഗമുണ്ടാവുകയുള്ളൂ. ഭാരതത്തിൽ ഉള്ളവർ ഉണ്ടായിരുന്നു, ഇല്ലാത്തവരെ ഉള്ളവരാക്കുവാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റവും ഉണ്ടായിരുന്നു. ആധുനിക മതങ്ങളെല്ലാം കയറി വന്നപ്പോൾ ഈ ഉള്ളവരായി തീരാനുള്ള ഭാഗമൊക്കെ നമ്മൾ മറന്നു. ഇല്ലാത്തവരായി തീരാനാണ് നമുക്കൊരാഗ്രഹം. എന്താ കാരണം എന്ന് വെച്ചാൽ അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാകുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചു. അപ്പൊ നമ്മുടെ വിചാരം സ്വർഗത്തിലെ സീറ്റ് മുഴുവൻ റിസർവ്ഡ് ഫോർ അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും എന്നാണ്. അപ്പൊ ഉള്ളവരാകാൻ മറന്നുപോയി. അത് മാത്രമല്ല, ബൈബിളിൽ വേറൊരു സ്റ്റേറ്റ്മെന്റും കൂടിയുണ്ട്. ധനികരോട് ഇത്രയധികം വിരോധമുള്ള സെമിറ്റിക് മതങ്ങൾ മാത്രമേ ഉള്ളൂ. ധനികന് സ്വർഗരാജ്യത്തിൽ പ്രവേശനം ഒട്ടകത്തിന് സൂചിക്കുഴിയിലൂടെ കടക്കുന്നതിലും ബുദ്ധിമുട്ടാണത്രേ. അപ്പൊ ധനികരോടുള്ള സ്ഥായിയായിട്ടുള്ള ഒരു വിദ്വേഷം, ദാരിദ്ര്യത്തോട് ഉള്ള സ്ഥായിയായിട്ടുള്ള ഒരു പ്രേമം സെമിറ്റിക് മതങ്ങളിൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. സെമിറ്റിക് മതങ്ങളുടെ ഓഫ് ഷൂട്ടായിട്ടുള്ള ലോകചിന്തകളിൽ ഉദാത്തമെന്ന് മനുഷ്യൻ കരുതിയിരുന്ന കമ്മ്യൂണിസത്തിലും നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ഈ ദരിദ്രരോടും ഇല്ലാത്തവരോടും ഒക്കെയുള്ള ഒരുതരം ആ സ്നേഹം, ഉള്ളവന്റെ കൊടുക്കാനുള്ള ദാനശീലത്തെ അളക്കാൻ വേണ്ടി ഇല്ലാത്തവനെ സൃഷ്ടിച്ച ദൈവം ക്രൂരനായിരിക്കാനേ വഴിയുള്ളൂ. ഈ ഉള്ളവനെയും ഇല്ലാത്തവനെയും ഒരേ ഈശ്വരൻ തന്നെയാണ് സൃഷ്ടിച്ചതെങ്കിൽ ആ ഇല്ലാത്തവനെ സൃഷ്ടിച്ചതുള്ളവന്റെ കൊടുക്കലിന്റെ ഊക്ക് കാണാനാണ് എങ്കിൽ ഉള്ളവന്റെ ദാനധർമ്മത്തെ കാണിക്കാൻ വേണ്ടി ഇല്ലാത്തവനെ സൃഷ്ടിച്ച ഈശ്വരൻ ക്രൂരനാകാനേ സാധ്യതയുള്ളൂ. അങ്ങനെ ഒരു ഈശ്വര സങ്കല്പം നമുക്ക് അനിവാര്യമാണോ എന്ന് ചിന്തിക്കണം. ഭാരതീയ സങ്കല്പം എന്തായിരുന്നു? എല്ലാവരെയും ഉള്ളവരാക്കി തീർക്കുക. അതുകൊണ്ടാണ് കൃണ്വന്തോ വിശ്വമാര്യം, ലോകം മുഴുവൻ ശ്രേഷ്ഠരായി തീരട്ടെ. എത്ര ഉദാത്തമായ കാഴ്ചപ്പാടാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരും, ഞാനും നിങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരും ശ്രേഷ്ഠരായി തീരട്ടെ. അങ്ങനെ ഐശ്വര്യത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ത്യജിക്കട്ടെ. എന്താണ് ത്യജിക്കേണ്ടത്? എന്റേത്, ഞാൻ, എനിക്കുള്ളത്, അതിനെയാണ് ത്യജിക്കുക. അതിനു മുമ്പ് എനിക്കുണ്ടാകണം. ഉണ്ടാക്കാനുള്ള വഴി ഈ മാർഗങ്ങളിലൂടെ പറഞ്ഞു തരുന്നു. ആധ്യാത്മിക മാർഗങ്ങളിലൂടെ ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു തരുന്നു. ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ത്യജിക്കുവാനും പറയുന്നു. ഗതം ഗതം സർവമുപേക്ഷണീയം, ആയാതം ആയാതം അപേക്ഷണീയം. പോകുന്നതിനെ തള്ളിക്കളയുവാനും വരുന്നതിനെ സ്വീകരിക്കുവാനുമുള്ള ഒരു മനോനിലവാരത്തിലേക്ക് ഒരു വ്യക്തിയെ ഉയർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടുമില്ല. പോയതിനെ ഉപേക്ഷിക്കുന്നതിന് പകരം പിടിച്ചു വെക്കും. വരുന്നതിനെ സ്വീകരിക്കുന്നതിന് പകരം തടഞ്ഞു വെക്കും. വരുന്നതിനെ തടഞ്ഞു വെക്കുകയും പോയതിനെ പിടിച്ചു വെക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. മഹർഷീശ്വരന്മാര് രാമായണത്തിൽ വാൽമീകി മഹർഷി രാമനിലൂടെ പറഞ്ഞതാണിത്. ഗതം ഗതം സർവമുപേക്ഷണീയം, ആയാതം ആയാതം അപേക്ഷണീയം. ലളിതാ സഹസ്രനാമത്തിലൊരു നാമമുണ്ട് ദേവിക്ക്, ഹേയോപാദേയ വർജിത. സ്വീകരിക്കേണ്ടതും ത്യജിക്കേണ്ടതും ഇല്ലാത്തവൾ. ഒഴുകുന്ന വെള്ളമാണത്. ഒഴുകുന്നതായിരിക്കണം ജീവിതം, എവിടെയും കെട്ടിനിൽക്കുന്നതാവരുത്. അപ്പോൾ ആ ത്യാഗം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എന്റേത് എന്നുള്ള ബോധം ത്യജിക്കാൻ, അതാണ് ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞത്. ഈശാവാസ്യമിതം സർവം യത് കിഞ്ചിത് ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീഥ മാ ഗൃദ്ധ കസ്യസ്വിധനം. തേന ത്യക്തേന ഭുഞ്ജീഥ, അതുകൊണ്ട് ത്യജിച്ചിട്ട് അനുഭവിച്ചുകൊള്ളൂ. എന്താണ് ത്യജിക്കേണ്ടത്? ഞാൻ എന്റേത്, എനിക്കുള്ളത് എന്നുള്ള ബോധം.
ഈ പ്രപഞ്ചത്തിൽ ഞാൻ എന്റേത് എനിക്കുള്ളത് എന്നുള്ളത് ത്യജിക്കണമെങ്കിൽ ആദ്യം ആ ബോധത്തെക്കുറിച്ച് അറിയണം. അറിഞ്ഞാലേ ത്യജിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ത്യാഗം ശ്രേഷ്ഠമായ ഒരു സംസ്കാരം ഉണ്മയുടെ സംസ്കാരമായിരിക്കും. അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ത്യജിക്കുകയാണ്. എന്താണ് എന്റേത്? എന്റേതെന്നുള്ളത് എന്താണ്? സത്യത്തിൽ നമുക്കൊന്ന് നോക്കാം. എനിക്കുള്ളത് എന്താണ്? എന്റെ കണ്ണ് ഭംഗിയുള്ള ഒരു സംഗതി കണ്ടു. എനിക്കെന്താ തോന്നുക? കൊച്ചുകുട്ടി മുതൽ മുതിർന്ന എനിക്ക് വരെ ഒരേ കാര്യം തോന്നുള്ളൂ, എനിക്ക് വേണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞേ, ചെറിയ കുട്ടികളും മുതിർന്നവരും ഇല്ല, എല്ലാം ചെറിയ കുട്ടിയും വലിയ കുട്ടിയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. കാണാൻ ഭംഗിയുള്ളത് എന്ത് കണ്ടാലും എനിക്ക് വേണം. അങ്ങനെ ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നവയെല്ലാം എന്റേതാക്കാൻ വേണ്ടി യത്നിക്കുന്നതിനെയാണ് ജീവിതമെന്ന് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് ഭംഗി തോന്നുന്നതും അട്രാക്റ്റീവായിട്ടുള്ളതും മുഴുവൻ എന്റേതാക്കുകയാണ്. ഭംഗിയുള്ള ഓരോന്ന് കാണുമ്പോഴും അതെനിക്ക് വേണം, എനിക്ക് വേണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ പൂജ തുടങ്ങുകയാണ്, ഇജ്യ ത്യജിക്കാൻ തുടങ്ങുകയാണ്. ഇന്നലെ വരെ എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചിരുന്ന നാനാരൂപധാരിണിയായ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എനിക്കിഷ്ടമുള്ളതെല്ലാം എന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും. എന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ളത് എല്ലാം കൊണ്ടുവന്ന് വെച്ച് കുറച്ച് വെള്ളമൊക്കെ തളിച്ചതിനെ ശുദ്ധീകരിച്ച് പൂജ തുടങ്ങുമ്പോൾ അതിൽ ഓരോന്നും എടുത്തിട്ട് ഞാൻ പറയും, അല്ലയോ ഭഗവാനെ, ഇത് അവിടുത്തേക്കുള്ളത്. ഇന്നലെ വരെ എനിക്ക് വേണം എന്ന് വിചാരിച്ച് ഞാൻ യത്നിച്ച് നടന്ന് സമ്പാദിച്ചതെല്ലാം എടുത്തിട്ട് ഞാൻ പറയുകയാണ്, ഭഗവാനെ, ഇത് അവിടുത്തേക്കുള്ളത്. ഭഗവാനെ, ഈ വസ്ത്രം അവിടുത്തേക്കുള്ളത്. ഭഗവാനെ, ഈ നിവേദ്യം അവിടുത്തേക്കുള്ളത്. എന്റേതെന്ന് ഞാൻ കരുതിയിരുന്നതെല്ലാം ഭഗവാനെ അവിടുത്തേക്കുള്ളത്. എത്ര മനോഹരമായ ഒരു കോൺസെപ്റ്റ് ആണെന്ന് നോക്കൂ. അങ്ങനെ കൊടുക്കുന്നതിനെയാണ് പൂജയിലെ ഉപചാരങ്ങൾ എന്ന് പറയുന്നത്. സമീപേ ചാരം ചരതീതി ഉപചാരം. ജ്ഞാനമാലാ തന്ത്രത്തിന്റെ ഡെഫിനിഷനാണിത്. ഉപചാരം, ഈശ്വരന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഈശ്വരസ്യ സമീപേ ചരതീതി ഉപചാര. ഈശ്വരന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നെയും എന്റെ ഈശ്വരനെയും തമ്മിൽ വേറിട്ട് നിർത്തിയിരിക്കുന്നത് എന്റെ ഞാൻ എന്നുള്ള ബോധമാണ്. ഞാൻ എനിക്ക് ഉള്ളത് എന്റേത് എന്നുള്ള ബോധമാണ്. അതിൽ ഓരോന്നെടുത്ത് ഞാൻ ഭഗവാന് കൊടുക്കുകയാണ്. അങ്ങനെ ഉപചാരങ്ങൾ തന്ത്രശാസ്ത്രത്തിൽ 1, 3, 5, 8, 10, 12, 16, 18, 24, 28, 32, 64, 71 അങ്ങനെ പല ഉപചാരങ്ങൾ പറയുന്നുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ. കേരളത്തിലെ എല്ലാ പൂജകളും ഷോഡശോപചാരങ്ങൾ. പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിലെ പൂജാവിധാനം നിശ്ചയിച്ചിട്ടുള്ളത്. പ്രപഞ്ചസാരം ശങ്കര ഭഗവത് പാദർ എഴുതിയത്. അതുകൊണ്ട് കേരളത്തിലെ പൂജാപദ്ധതികളെല്ലാം ശങ്കര ഭഗവത് പാദരെ ക്രമീകരിച്ചതാണെന്ന് പറയുന്നു. അതാണ് ഉപചാരങ്ങൾ. ഓരോന്നെടുക്കുമ്പോഴും ഇതെന്റേതല്ല, ഇത് ഭഗവാനുള്ളത്. ആദ്യം സമ്പാദിച്ചു വെക്കണം, എന്നിട്ട് കൊടുക്കുകയാണ്. ഈ പ്രക്രിയ ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ആ ആളുടെ ജീവിതത്തിൽ ആ ആള് കണ്ടുമുട്ടുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതും ഒക്കെ ആകർഷകമാണെങ്കിൽ അയാളുടെ മനോഭാവം എന്തായിരിക്കും? ഇത് ഭഗവാനുള്ളതാണ്, ഇത് ഭഗവാനുള്ളതാണ്, എന്റേതാക്കണമെന്ന് എന്നെ കൊണ്ട് പണ്ട് ചിന്തിപ്പിച്ചിരുന്ന ഈ നാനാരൂപധാരിണിയായ പ്രപഞ്ചം എന്നെക്കൊണ്ട് പൂജ എന്ന അഭ്യാസം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ ചിന്തിപ്പിക്കുന്നത്? ഇതെല്ലാം ഭഗവാനുള്ളതാണ്. എന്റെ കാഴ്ചപ്പാട് മാറി. അർച്ചന ചെയ്തുകൊണ്ടിരുന്നാൽ, യജ്ഞ ചെയ്തുകൊണ്ടിരുന്നാൽ കാഴ്ചപ്പാട് മാറും. മാറിയില്ലെങ്കിൽ ആ അർച്ചകനെ വിളിക്കേണ്ട പേരിലാണ് ഇന്ന് കേരളം അദ്ദേഹത്തെ വിളിക്കുന്നത് പൂജാരി. അരി എന്ന് പറഞ്ഞാൽ ശത്രു, പൂജാരി എന്ന് പറഞ്ഞാൽ പൂജയുടെ ശത്രു. കാരണം എന്താ വെച്ചാൽ 10-20 കൊല്ലമായി പൂജ ചെയ്യുന്നു, എന്ത് കണ്ടാലും എനിക്ക് വേണം, എന്ത് കേട്ടാലും എനിക്ക് വേണം, എത്ര കിട്ടിയാലും മതി വരില്ല. പക്ഷെ പൂജയാ ചെയ്യുന്നത്. കാഴ്ചപ്പാട് മാറിയിട്ടില്ല, പൂജാരിയാണ്. കാഴ്ചപ്പാട് മാറും പൂജ ചെയ്താൽ. ഈ പ്രപഞ്ചത്തിൽ അട്രാക്റ്റീവായിട്ടുള്ളത് എന്ത് കണ്ടാലും കേട്ടാലും മണത്താലും രുചിച്ചാലും സ്പർശിച്ചാലും ഇതൊക്കെ ഭഗവാനുള്ളതാണ്, 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 എനിക്കുള്ളതല്ല, എന്റേതല്ല, ഈശ്വരനുള്ളതാണ്. കാഴ്ചപ്പാടിന് മാറ്റം വരുത്തി. അതാണ് യജ്ഞ. ആ കാഴ്ചപ്പാടിന് മാറ്റം വരുത്തും യജ്ഞ. അതുകൊണ്ട് പൂജ കാര്യം കാണുവാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു അഭ്യാസമല്ല, മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറ്റുവാനും നിസ്സാരനായ മനുഷ്യനെ ഉദാത്തമായ ഭാവത്തിലേക്ക് എത്തിക്കുവാനും ഉള്ള ഒരു ക്രമീകരണമാണ്. യജ്ഞ കഴിഞ്ഞാൽ പ്രസാദം തരും, പൂജ കഴിഞ്ഞാൽ പ്രസാദം സ്വീകരിക്കാം. ഏതൊരാളാണോ പൂജയിൽ പങ്കെടുത്തിട്ടുള്ളത് അവർക്കാണ് പ്രസാദം. ഈ
ഘട്ടത്തില് ഒരു കാര്യവും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് പൂജ ചെയ്യേണ്ടത് എന്ന കാര്യത്തെ പറ്റിയിട്ട് വലിയ ചർച്ച കേരളത്തിൽ നടക്കുന്നുണ്ട്. ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് മുഴുവൻ ചിന്തിക്കുന്നത്. പക്ഷെ ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ചിന്തിക്കേണ്ടത്. ഈ ശ്വാസത്തിലൂടെയാണ് ചൈതന്യത്തെ ആവാഹിക്കുക. കയ്യിലെടുത്തു വെച്ചിരിക്കുന്ന ജലഗന്ധ പുഷ്പങ്ങളിലേക്ക് ശ്വാസമാർഗത്തിലൂടെയാണ് ഈശ്വരനെ ആവാഹിക്കുക. ആരുടെ ഉള്ളിലാണോ ഈശ്വര ചൈതന്യം ഉണർന്നിരിക്കുന്നത് അവരാവാഹിച്ചാൽ മാത്രമേ ആ ജലഗന്ധ പുഷ്പങ്ങളിലേക്ക് ചൈതന്യം വരികയുള്ളൂ. ഉള്ളിൽ ശക്തി ഉണരാത്ത ഒരാൾ ആവാഹിച്ചാൽ വെറും കാറ്റേ വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ സൈക്കിൾ പമ്പ് വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ശുദ്ധമായ കാറ്റ് കിട്ടും. അത്